ഭക്തർക്ക് പ്രയാസമില്ലാതെ എരുമേലിയിലേക്ക് എത്തുകയും അവിടെ തങ്ങാനും മലയിലേക്ക് പോകാനും ഒക്കെ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ മണിക്കൂറിൽ വിവരങ്ങൾ തേടിയപ്പോൾ അവിടെ അല്പം ശാന്തമാണ് കാര്യങ്ങളെന്നാണ് ആദിത്യൻ പങ്കുവെച്ചത്. ഇനി ഒരു മണിക്കൂർ പിന്നിടുമ്പോഴുള്ള സ്ഥിതി എന്താണ്? വലിയ തിരക്കൊന്നുമില്ല എന്ന് പറയാം, സ്വാഭാവികമായ തിരക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഈ തങ്കയങ്കി ഘോഷയാത്രയോടനുബന്ധിച്ച് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നതിലാണ് ഇപ്പോൾ നമുക്ക് പ്രതിസന്ധി. കാരണം നിലയ്ക്കലും പമ്പയിലും ഉൾപ്പെടെ തടയും, വാഹനങ്ങൾ തടയും. അപ്പോൾ അത് എങ്ങനെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നിലവിലുള്ളൊരു പ്രതിസന്ധി. ഇപ്പോൾ ആണ്ട് അയ്യപ്പന്മാരൊക്കെ ഇവിടെ പേട്ട തുള്ളുകയാണ്. നമ്മുടെ പേട്ട തുള്ളൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ പേട്ട തുള്ളിയ ശേഷമാണ് ഇതിന് സംസ്ഥാനത്തുള്ള ഭക്തർ നടന്നത്. ഇപ്പോൾ ശശി തരൂർ എം പി ഇപ്പോൾ എരുമേലി ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. ശശി തരൂർ എം പി അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണം നടത്തുന്നത്. അദ്ദേഹം കോട്ടയത്ത് പൊതുപരിപാടിക്കകത്ത് എത്തിയിരുന്നതിന്റെ ഭാഗമായാണ് ശശി തരൂർ എം പി ഇപ്പോൾ എരുമേലിയിൽ ദർശനത്തിലെത്തുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശശി തരൂർ എം പിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളുള്ളത്. അദ്ദേഹം എരുമേലിയിൽ ദർശനം നടത്തുകയാണ്. കോട്ടയത്ത് പൊതുപരിപാടിക്കായിട്ട് വന്നതാണ് അദ്ദേഹം. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്താനായി ശശി തരൂർ എം പി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 1,00,000-ലധികം പേർ സന്നിധാനത്തും എരുമേലിയിലുമായി എത്തിയിരുന്നു. ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു, നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ ശശി തരൂർ എം പി എരുമേലിയിലെ ക്ഷേത്രം ദർശനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തുന്നില്ല, ഇവിടെ ദർശനം നടത്തിയ ശേഷം മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോട്ടയത്തെ ഒരു പൊതുപരിപാടിക്കായിട്ട് എത്തിയതായിരുന്നു. ഇന്നലത്തെ വലിയ തിരക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഈ ഹലോ ആദിത്യൻ പറഞ്ഞോളൂ, എന്താണ് അവിടുത്തെ തീർത്ഥാടകരുടെ അവസ്ഥ? എന്താണ്? അവർ സുഖമായിട്ട് തന്നെ അവർക്ക് ദർശനം നടത്തി? കാരണം എരുമേലിയിലെ പേട്ടയൊക്കെ തുള്ളി മടങ്ങാനും ശബരിമലയിലേക്ക് പോകാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പം ഇന്ന് തങ്കയങ്കി കൂടി വരുന്ന സമയമാണ്, തിരക്ക് ഏറാനും ഇടയില്ലേ? പ്രജീഷ്, ഇന്ന് തിരക്കേറാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ 12 മണിക്ക് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. അപ്പോൾ പമ്പയിലും നിലയ്ക്കലുമൊക്കെ വാഹനങ്ങൾ തടയും. സമാനമായി എരുമേലിയിലും മറ്റിടത്താവളങ്ങളുമൊക്കെ തടയുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ശശി തരൂർ എം പി എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാം ആദിത്യൻ. മറ്റ് കോൺഗ്രസ് നേതാക്കൾ, കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ദർശനം നടത്തുകയാണ്. ദർശനം നടത്തി മടങ്ങിയ ശേഷം എന്താണ് ഈ ആഗമനത്തിൻ്റെ ഉദ്ദേശം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്നലെ ഇതേ സമയം ഇവിടെ വലിയ തിരക്കായിരുന്നു. കിലോമീറ്ററുകളോളം വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിടുന്ന രീതിയിൽ ഇന്നലെ വലിയ തിരക്കായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ, സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടിയാണോ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ദർശനത്തിനാണോ എത്തിയത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹം ദർശനം നടത്തിയ ശേഷം തരൂരിനൊപ്പം ആന്റണി എം പി ഉണ്ട്, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ ഒരു വിസിറ്റ് അങ്ങനെയാണോ? കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ഭക്തരുടെ ഒക്കെ വാർത്തകളിലൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വരികയാണോ? DCC മറ്റോ ആഹ്വാനം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആണോ? പ്രജീഷ്, ഒരു കോട്ടയത്തെ ഒരു പൊതുപരിപാടിയുടെ ഭാഗമായാണ് അദ്ദേഹം ഇന്ന് കോട്ടയത്ത് എത്തുമെന്ന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ എത്തുന്നതിൻ്റെ വഴിയായി അദ്ദേഹം ഇപ്പോൾ എരുമേലിയിലൂടെ ദർശനം നടത്തുകയാണ്. ഇന്നലത്തെ പ്രശ്നവും ഈ തിരക്കിൻ്റെ പ്രശ്നം ഇതിൽ ഈ ആഗമനത്തിൻ്റെ ഉദ്ദേശത്തിൽ അതുണ്ടോ, അല്ലെങ്കിൽ അതും പെടുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രമുഖ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. എരുമേലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ആദിത്യൻ ഓമനക്കുട്ടനാണ്